പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. വ്രതശുദ്ധിയുടെ പുണ്യമാസമായ ഇന്ന് ഒരു കഥ കേൾക്കൂ. ധർമ്മപാത. നല്ല തണുപ്പുള്ള ഒരു വൈകുന്നേരം അപ്പൂപ്പൻ വീട്ടുമുറ്റത്തിരിക്കുമ്പോൾ പേരക്കുട്ടികളായ അരുണിമയും ആദിത്യയും അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പൂപ്പൻ സ്നേഹത്തോടെ ചോദിച്ചു, ഈ വർഷം നമുക്ക് ശബരിമലയ്ക്ക് പോകണ്ടേ മക്കളെ? കുട്ടികളുടെ കണ്ണുകളിൽ ഉടൻ ഒരു ആനന്ദ പ്രകാശം തെളിഞ്ഞു. വൃശ്ചികം 1-ാം തീയതി ക്ഷേത്രത്തിലെത്തി പൂജിച്ച് മാലയിട്ട് അപ്പൂപ്പനും കുട്ടികളും 41 ദിവസത്തെ വ്രതം തുടങ്ങി. പുലർച്ചെ കുളി, ഭജന, ജപം, പ്രാർത്ഥനകൾ, സാത്വിക ഭക്ഷണം, നല്ല സ്വഭാവം ഉൾപ്പെടെ ഓരോ കാര്യവും ശ്രദ്ധയോടെ പാലിച്ചു. ഈ ദിവസങ്ങളിൽ അപ്പൂപ്പൻ അവരോട് പറഞ്ഞു, നദി വളഞ്ഞൊഴുകുന്ന പർവ്വതത്തിൽ ജീവസമാധിയിൽ പ്രവേശിച്ച ഒരു മഹായോഗിയുണ്ട്. യോഗനിദ്രയിൽ മുഴുകിയ സ്വാമിയെ മനസ്സിൽ നനച്ച് കാമക്രോധ മോഹങ്ങളടക്കി പ്രാർത്ഥനയോടെ വേണം മല ചവിട്ടാൻ. മണ്ഡലകാലം കഴിഞ്ഞപ്പോൾ അപ്പൂപ്പൻ കുട്ടികളുടെ ചുമലിലൊരു ചെറിയ ഇരുമുടിക്കെട്ടും തോളിൽ സഞ്ചിയും എടുത്തു കൊടുത്തു. മകരവിളക്ക് കാലത്തേക്ക് പ്രവേശിക്കുന്ന നേരത്തായിരുന്നു അവരുടെ യാത്ര. വഴിയുടെ ഇരുവശത്തുമുള്ള വീടുകളിൽ വിളക്കുകൾ കൊളുത്തി ആളുകൾ മലയാത്രക്കാരെ സ്വീകരിച്ചു. സ്വാമി മന്ത്രങ്ങൾ ചൊല്ലി വഴികൾ താണ്ടി വനങ്ങൾ കടന്ന് നേരെ പമ്പയിലേക്ക്. പമ്പാനദിയുടെ കുളിരിൽ മുങ്ങിത്തോർത്തി അവർ ഇരുമുടിക്കെട്ടുമായി മല ചവിട്ടി. വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന ഭക്തർ എല്ലാം ഒരു കുടുംബം പോലെ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് മുഴങ്ങുന്ന ശബ്ദം കേട്ടപ്പോൾ കുട്ടികൾ വിസ്മയത്തോടെ അപ്പൂപ്പനോട് ചേർന്ന് നടന്നു. കയറ്റം കയറി ഒടുവിൽ ശബരിമല സന്നിധി ദൂരെ കാണാറായി. ആ നിമിഷം ആകാശത്തേക്കുയർന്ന മകരനക്ഷത്രത്തിൻ്റെ മഹാപ്രകാശം കണ്ടപ്പോൾ അപ്പൂപ്പൻ കുട്ടികളെ ചേർത്ത് പിടിച്ചു പറഞ്ഞു, കുഞ്ഞുങ്ങളെ, ഇതാണ് ധർമ്മ സംരക്ഷകന്റെ ദിവ്യ സാന്നിധ്യം. കുട്ടികളുടെ ഹൃദയത്തിൽ ഭക്തി നിറഞ്ഞു. ഭയമെല്ലാം അകന്ന് വലിയ ശാന്തത, ഒരു പ്രകാശം. അവർ ഒരുമിച്ച് 18-ാം പടി കയറി തിരുനടയിൽ തൊഴുത് നാളികേരവും മുടച്ച് തിരിച്ചിറങ്ങി. വീട്ടിലെത്തിയപ്പോൾ അമ്മ യാത്രാവിശേഷങ്ങൾ ചോദിച്ചു. അരുണിമ മോൾ പറഞ്ഞു, അമ്മേ, ഞങ്ങൾ മല കയറിയപ്പോൾ ഒട്ടും ക്ഷീണം തോന്നിയില്ല. ആരോ എടുത്തുയർത്തിയ പോലെ ഞങ്ങൾ നടയിലെത്തി. അപ്പൂപ്പൻ ചിരിച്ചുകൊണ്ട് അവരുടെ തലയിൽ കൈവച്ചു പറഞ്ഞു, ധർമ്മത്തിൻ്റെ പാതയിലൂടെ നടന്നാൽ വിശപ്പും ദാഹവും അറിയില്ല, ക്ഷീണമോ വേദനയോ ഉണ്ടാവില്ല. മനസ്സിൽ നിറയുന്ന പ്രകാശത്താൽ തെളിയുന്ന വഴിയിലൂടെ മുന്നേറി വിജയപാതയിലെത്താം. ആ ദിവ്യപ്രകാശം ജീവിതമൊട്ടാകെ നമ്മെ നയിക്കും മക്കളെ. കുട്ടികൾ ഒരുമിച്ച് കൈകൾ കൂപ്പി സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചു. അമ്മയും നെഞ്ചിൽ കൈവച്ച് തൊഴുതു.